ഇവിടെ നമ്മൾ പറയാൻ പോണത് മോഷൻ ഓഫ് എ കാർ ഓൺ എ കർവ്ഡ് ലെവൽ റോഡ്. അതായത് ഒരു കർവ്ഡ് ആയിട്ടുള്ള റോഡാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ആ റോഡ് ലെവലാണ്, അതായത് ചരിവൊന്നും ഇല്ലാത്തൊരു ലെവലായിട്ടുള്ള റോഡിലൂടെയുള്ള ഒരു കാറിൻ്റെ മോഷനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. സോ ഇവിടെ ഈ കാറിൻ്റെ നോർമൽ റിയാക്ഷൻ മുകളിലോട്ടും അതിൻ്റെ വെയിറ്റ് താഴോട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് അത് ബാലൻസ് ചെയ്യുന്നുണ്ട്, എങ്കിലേ അതിനിങ്ങനെ കറങ്ങി ഇതുവഴി സഞ്ചരിക്കാൻ പറ്റൂ. സോ അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സും സെൻട്രിപിറ്റൽ ഫോഴ്സും ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഇങ്ങനെ പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പ്രൊവൈഡ് ദ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് നമ്മൾ പറയും. സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ് എന്ത് ചെയ്യണത്, സെൻട്രിപിറ്റൽ ആക്സിലറേഷനെ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ആ കർവ് വഴി വളഞ്ഞു വരാൻ പറ്റുന്നത്. നമുക്കിവിടുത്തെ ഇത്രയും കണ്ടീഷൻ വെച്ചിട്ട് 3 ഫോഴ്സ് ആക്ടിങ് ഓൺ എ കാർ, ഈ കാറിൽ 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ആണ്, 2 ഇവിടുത്തെ ഈ നോർമൽ റിയാക്ഷൻ, 3 സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഫ്രിക്ഷണൽ ഫോഴ്സ് FS എന്നിട്ടിട്ടുള്ളത്, F(x) എന്നിട്ടിട്ടുള്ളത് സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. സോ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ആദ്യം എഴുതാം. നോർമൽ റിയാക്ഷനും mgയും തമ്മിൽ N = mg എന്ന് എഴുതാം. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആക്കി എടുക്കാം. സോ നമുക്ക് ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷന് ഒരു കാര്യമുണ്ട്. ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു μSN എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. അതായത് ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു μSN. ഓക്കെ, ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു μS × N എന്ന് പറഞ്ഞ് നമുക്ക് തൊട്ട് മുമ്പത്തെ തിയറിയിൽ നിന്ന് എന്ത് ചെയ്യാം, അതിനെടുക്കാം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു നോർമൽ റിയാക്ഷൻ നമ്മൾ എഴുതും. അവിടെ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിനെ നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ N = mg. ദെൻ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്തിനെ ബാലൻസ് ചെയ്യും, സെൻട്രിപിറ്റൽ ഫോഴ്സിനെ ബാലൻസ് ചെയ്യും. ദെയർഫോർ Fs = mv²/r. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഇക്വേഷനെ നോക്കുന്നു. ദാറ്റ് ഈസ് Fs, അതായത് ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു എന്നാണ് μSN എന്ന് പറഞ്ഞ് നമുക്കറിയാം. ഓക്കെ, ദെൻ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. Fs ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു μSN. അതിൽ Fs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ അറിയാം mv²/r ആണ്. അത് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു μS × N. ബട്ട് N നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എന്താണ്, N = mg. ദെയർഫോർ mv²/r ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു μS × N എന്ന് പറഞ്ഞാൽ mg. ഇവിടെ നമുക്ക് ഈ 2 എമ്മുകളെയും ക്യാൻസൽ ചെയ്ത് കളയാം. ദെയർഫോർ v²/r ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു μS × g, ഓർ v² ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു μS rg എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ എഴുതാൻ പറ്റും. അതായത് ഇവിടുത്തെ v² ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്ത് ചെയ്യും, സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകും. അല്ലെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, v ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു എന്നുള്ളതിനെ ഞാൻ ഈക്വൽ ടു ആക്കുന്നു. v = √μS rg. അപ്പോൾ നമുക്കിവിടെ പറയാം, ദിസ് ഈസ് എ മാക്സിമം സേഫ് സ്പീഡ് ഓഫ് എ കാർ ഓൺ എ സർക്കുലാർ ലെവൽ റോഡ്. ഇതാണ് ഇതിന് അലോഡ് ആയിട്ടുള്ള മാക്സിമം സ്പീഡ്. അതായത് മാക്സിമം സ്പീഡ് ഫോർ എ കാർ ഓൺ എ സർക്കുലാർ ലെവൽ റോഡ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ.